നികുതി വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 10 മണി വരെയാണ് സമരം നടക്കുക. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റു ജില്ലകളിൽ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചുമാണ് സമരം സംഘടിപ്പിക്കുക. സംസ്ഥാന ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് നിർവഹിക്കും. വിവരങ്ങളുമായി റിയാസ് KM ഉണ്ട് കോഴിക്കോട് നിന്ന്. റിയാസ്, ഈ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഇന്ധന സെസ്സും അതുപോലെ മറ്റ് നികുതി വർധനയ്ക്കുമെതിരെ UDF ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് രാപ്പകൽ സമരം ഇന്നും നാളെയുമായി സംസ്ഥാനത്തുടനീളം UDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റുകൾക്ക് മുൻപിലുമാണ് ഈ സമരം നടക്കുന്നത്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. നാളെ രാവിലെ 10 മണി വരെയാണ് ഈ രാപ്പകൽ സമരം നടക്കുന്നത്. മാത്രമല്ല, മറ്റ് വടക്കൻ ജില്ലകളിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ EMPയും മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി EMPയും ഒപ്പം തന്നെ പാലക്കാട് VK ശ്രീകണ്ഠൻ EMPയുമാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതേസമയം തന്നെ കണ്ണൂരും വയനാടും ജില്ലകളിൽ ഇന്ന് പ്രതിഷേധമില്ല. അതിന്റെ ഒരു പ്രധാന കാരണം കണ്ണൂർ ജില്ലയിൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അതിന്റെ സമാപന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ 16, 17 തീയതികളിലായാണ് ഈ UDFന്റെ രാപ്പകൽ സമരം നടക്കുക. ഒപ്പം വയനാട് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം പ്രമാണിച്ച് വയനാട് ജില്ലയിൽ മറ്റൊരു ദിവസമായിരിക്കും ഈ പ്രതിഷേധം നടത്തുക എന്നാണ് UDFന്റെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ ഒരു പ്രക്ഷോഭ പാതയിലേക്ക് പരസ്യമായ ഒരു സമരമുറകളിലേക്ക് UDF കടക്കുകയാണ്. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ കൂടിയാണ് ഇന്നത്തെ ഈ രാപ്പകൽ സമരം. ഇതിന്റെ തുടർ സമരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് UDF നേതൃത്വം അറിയിക്കുന്നത്.